നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം നമ്മളേവരെയും നടുക്കിയ ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു. ഭർത്താവ് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തി ചാക്കിൽ മൃതദേഹം കെട്ടി കടലിൽ താഴ്ത്തിയ സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഭർത്താവിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ പിടികൂടുന്ന സമയത്ത് നാട്ടുകാർ ഒന്നടങ്കം ഇയാളെ വളയുകയുണ്ടായി. നാട്ടുകാർ ആവശ്യം ഇതായിരുന്നു: അവനെ ഇങ്ങോട്ട് വിട് സാറേ, ഞങ്ങളൊന്ന് കൊടുക്കട്ടെ, ഞങ്ങളൊന്ന് പൊട്ടിക്കട്ടെ. വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ്. അതായത് സ്വന്തം ഭാര്യയെ അതിക്രൂരമായി ഇയാൾ കൊലപ്പെടുത്തി ഇത്തരത്തിൽ കടലിൽ താഴ്ത്തുകയായിരുന്നു. അപ്പോൾ നാട്ടുകാർക്കൊക്കെ അത് രോക്ഷമായി മാറി. അവർ ഈ പ്രതിയെ പിടികൂടിയ സമയത്ത് പാഞ്ഞെത്തുകയും പ്രതിയെ വളയുകയും അയാളെ ഇങ്ങോട്ട് വിടൂ, ഞങ്ങൾക്കൊന്ന് പെരുമാറണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് പൊട്ടിക്കണം, ദേഹത്തൊന്ന് കൈവയ്ക്കണം എന്ന രീതിയിൽ അവർ രോക്ഷമായി തന്നെ നാട്ടുകാർ പ്രതിക്കെതിരെ ആഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു. സ്വന്തം ഭർത്താവ് തന്നെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. മലപ്പുറം പുറത്തൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. പുറത്തൂരിൽ യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ പുഴയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ഭർത്താവ് പോലീസ് പിടിയിലാവുകയായിരുന്നു. പുറത്തൂർ പടിഞ്ഞാറക്കര അമ്പലപ്പടി ഫൗസിയ എന്ന 37-കാരിയാണ് കൊല്ലപ്പെട്ടത്. ഹുസൈനാണ് അറസ്റ്റിലായത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഇന്നലെ ഉച്ചയോടെ തിരൂർ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കടലിൽ വലയിട്ടപ്പോൾ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും അതെടുക്കാൻ കൂടെ വരണമെന്നും പറഞ്ഞ് വ്യാഴാഴ്ച പുലർച്ചെയാണ് മത്സ്യത്തൊഴിലാളിയായ ഹുസൈൻ ഫൗസിയയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്നത്. രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുന്നു, മാതാപിതാക്കളെ കാണുന്നില്ല. മാതാപിതാക്കളെ കാണാതിരുന്നതിനെ തുടർന്ന് കുട്ടികൾ സാധാരണ പോലെ ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു. വൈകിട്ടായിട്ടും ഇരുവരും തിരിച്ചെത്തിയിട്ടില്ല. ഇതേ തുടർന്ന് തിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ പടിഞ്ഞാറേക്കര ബോട്ട് ജെട്ടിക്ക് സമീപം മത്സ്യബന്ധന ബോട്ടിന്റെ നങ്കൂരം ഉയർത്തുന്നതിനിടയിലാണ് അറ്റത്ത് ചാക്ക് കെട്ടിയ നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. ബുധനാഴ്ച രാത്രി ഇവരുടെ വീട്ടിലൊരു വഴക്കുണ്ടായി. ഇരുവരും തമ്മിൽ കടുത്ത വഴക്കുണ്ടായി. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുണ്ടായി. മാത്രമല്ല, ഈ വഴക്ക് അത് മൂർച്ഛിച്ച് വസ്ത്രങ്ങൾ കീറുന്ന തരത്തിലേക്ക് എത്തി. വസ്ത്രങ്ങൾ കീറിയതിനെ തുടർന്ന് ഫൗസിയ അയൽ വീട്ടിൽ അഭയം തേടിയിരുന്നു. പിന്നാലെ ഇയാൾ വീട്ടിൽ നിന്ന് ഇവരെ വിളിച്ചിറക്കിക്കൊണ്ടുപോയാണ് കൊലപ്പെടുത്തിയതും ഇത്തരത്തിൽ മൃതദേഹം ചാക്കിൽ കെട്ടി തള്ളിയതും. പ്രതിക്കായുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നതിനിടയിൽ വ്യാഴാഴ്ച പുറത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഹുസൈൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓണായി പോലീസ് കണ്ടെത്തി. പിന്നാലെയാണ് അന്വേഷണത്തിൽ ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നങ്കൂരത്തിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം. മത്സ്യബന്ധനത്തിന് പോകാനിരുന്ന സമർഗന്ധ് എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടത്. മത്സ്യബന്ധനത്തിന് പോകാൻ നങ്കൂരം പൊക്കിയപ്പോൾ ചാക്ക് കെട്ടിയ നങ്കൂരത്തിൽ കുടുങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പടിഞ്ഞാറക്കരയിൽ നിന്ന് കാണാതായ ദമ്പതികളിൽ യുവതിയുടേതായിരിക്കാം ഈ മൃതദേഹം എന്ന സംശയമൊക്കെ തുടക്കത്തിൽ ഉണ്ടാകുന്നു. പിന്നാലെ പോലീസ് അന്വേഷണം നടത്തി ഒടുവിലാണ് ഇത് ഫൗസിയുടെ തന്നെയാണ് മൃതദേഹമെന്ന് സ്ഥിരീകരിച്ചത്. ഭർത്താവ് ഇയാളും മത്സ്യത്തൊഴിലാളി തന്നെയാണ്. രാത്രി 1 മണിക്ക് ശേഷം ഫൗസിയെ ഇയാൾ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. കടൽ തീരത്ത് ചാകര വന്നു, അതായത് മീൻ അടിഞ്ഞെന്നും പറഞ്ഞു. അത് എടുക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞാണ് ഇയാൾ ഭാര്യയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. വ്യാഴാഴ്ച രാത്രിയായിട്ട് ഇരുവരും വീട്ടിലേക്ക് തിരിച്ചെത്താതിരുന്നതോടെ മക്കൾ പോലീസിൽ വിവരം അറിയിച്ചു. അന്വേഷണം നടക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടത്. ഹുസൈൻ സ്ഥിരമായി മദ്യവും ലഹരിയും ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ സ്ഥിരമായി വീട്ടിൽ കലഹം ഉണ്ടാക്കാറുണ്ട്. ബുധനാഴ്ച വൈകിട്ടും ഫൗസിയുമായി വഴക്കിട്ട് ദേഷ്യത്തിൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. അന്ന് രാത്രി തന്നെയാണ് ഫൗസിയെ വിളിച്ചുകൊണ്ടുപോയത്. കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. ശരീരത്തിന്റെ പിൻവശത്തൊരു മുറിവുണ്ട്. ഇത് നങ്കൂരം തട്ടി ഉണ്ടായതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. 2 മക്കളുണ്ട്. 2 മക്കളെ അനാഥരാക്കിയിരിക്കുകയാണ് ഈ ഒരൊറ്റ അച്ഛൻ. അവരെ അമ്മയെ കൊല്ലുന്നു, ഇയാൾ പതിയായി ജയിലിൽ പോകുന്നു. 2 കുട്ടികൾ അനാഥരായിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങൾ വീടുകളിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അത് വളരെ ക്രൂരമായി മൃഗീയമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്കും പിന്നെ അത് കൊലപാതകങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സംഭവം നമ്മൾ ഒരുപാട് കേൾക്കുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കുന്നു, ഇനിയും കേൾക്കും. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കരുവാറ്റയിലേക്ക് പോകാം. കരുവാറ്റയിലെ ഗൃഹനാഥന്റെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. കരുവാറ്റയിൽ ഗൃഹനാഥന്റെ കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയ 13-കാരിയായ കൊച്ചുമകളുടെ മറ്റു 2 സുഹൃത്തുക്കളെ കൂടി സാക്ഷിയാക്കാൻ പോലീസ് നീക്കം. കൊലപാതകം നടക്കുന്ന ദിവസം പെൺകുട്ടി ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് കൊല്ലം പരവൂരിലുള്ള കൂട്ടുകാരനെ ഫോണിൽ വിളിച്ച് മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന് പറയുന്നത്.
പറയുന്നത്. ഇത് കേട്ട സുഹൃത്ത് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം പെൺകുട്ടി സഹപാഠിയായ കൂട്ടുകാരിക്ക് ഇത് സംബന്ധിച്ച ശബ്ദ സന്ദേശം അയച്ചിരുന്നു. അയാൾ ചത്തുകിടപ്പുണ്ട് എന്ന തരത്തിലായിരുന്നു സന്ദേശം. ഈ 2 കുട്ടികളെ സാക്ഷികളാക്കിയാൽ കേസിന് കൂടുതൽ ബലം കിട്ടുമെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന ഉപദേശം. പ്രതികൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത് മുതൽ കരുവാറ്റയിൽ എത്തുന്നത് വരെയുള്ള CCTV ദൃശ്യങ്ങളും പ്രതികൾ ഹരിപ്പാട്ടെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ശേഖരിച്ചു. പ്രതികളെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കരുവാറ്റയിലെ വീടിനടുത്ത് എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ, തട്ടുകടയിലെ ജീവനക്കാർ, പെൺകുട്ടിയുടെ കരുവാറ്റയിലുള്ള സുഹൃത്തുക്കൾ എന്നിവരുടെ എല്ലാം മൊഴിയെടുക്കും. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ശേഖരിച്ച വിരലടയാളങ്ങൾ കേസിൽ അറസ്റ്റിലായ 3 ആൺകുട്ടികളുടേതാണോ എന്ന് പരിശോധിക്കും. ഇവരുടെ മൊബൈൽ ഫോണുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും. കൊലപാതകം ആസൂത്രണം ചെയ്തത് പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ആശുപത്രിയിൽ നടത്തിയ രഹസ്യമായ നിരീക്ഷണത്തിലായിരുന്നു പ്രതിയല്ലാത്ത ഒരു കൗമാരക്കാരനെ ആദ്യം സംശയിച്ചത്. സംസാരത്തിനിടെ ഈ കൗമാരക്കാരൻ നൽകിയ വിവരങ്ങളാണ് പിന്നീട് യഥാർത്ഥ പ്രതികളിലേക്ക് പോലീസിനെ നയിച്ചത്. കൊലപാതകത്തിന് ശേഷമുള്ള രാത്രി പെൺകുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷയിലുള്ള ബന്ധുവായ യുവതിക്ക് കൂട്ടിരുന്നിരുന്നു. ഇതിനിടെ അടുത്ത ബന്ധുവായ ഒരു കൗമാരക്കാരൻ ആശുപത്രിയിലെത്തി പെൺകുട്ടിയെ കണ്ടു. പിന്നാലെ സംശയം തോന്നാത്ത വിധത്തിൽ പോലീസ് ഇയാളുമായി സംസാരിച്ചു. എന്നാൽ സംഭവത്തെ പറ്റി ഒന്നും അറിയില്ല എന്നായിരുന്നു കൗമാരക്കാരന്റെ മൊഴി. ഇതോടെ പോലീസിന്റെ പ്രതീക്ഷ മങ്ങി. എന്നാൽ സംസാരത്തിനിടെ പോലീസിൽ നിന്ന് യഥാർത്ഥ പ്രതിയുടെ പേര് കേട്ടപ്പോൾ ആ പേരിൽ തനിക്കറിയാവുന്ന ഒരാളുണ്ട് എന്ന് ഈ കൗമാരക്കാരൻ പോലീസിനോട് പറഞ്ഞു. തനിക്കറിയാവുന്ന ആളിന്റെ ഫോട്ടോ ഫോണിൽ പോലീസിനെ കാണിക്കുകയും ചെയ്തു. ഇതോടെയാണ് കൊല്ലം പറവൂരിൽ നിന്ന് കുറ്റാരോപിതരിൽ ഒന്നാമനെ പോലീസ് പിടികൂടുന്നത്. അതേസമയം കുറ്റാരോപിതരിൽ ഒരാൾ ഇവരുടെ സുഹൃത്തിനെ തേടി കൊല്ലം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ആടിനെ മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു കുറ്റാരോപിതന്റെ സുഹൃത്ത്. ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അപഹരിച്ച 4.5 പവൻ വിൽക്കുന്നതിനോ പണയം വെക്കുന്നതിനോ ആണ് ഇയാൾ സുഹൃത്തിനെ തേടി എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. സ്വർണം വിൽക്കാൻ ആധാർ കാർഡ് ആവശ്യമായതിനാലാണ് സഹായം തേടാൻ തീരുമാനിച്ചത്. എന്നാൽ സ്റ്റേഷനിൽ എത്തിയെങ്കിലും സുഹൃത്തിനെ കാണാനാകാതെ ഇയാൾ മടങ്ങുകയായിരുന്നു. അതേസമയം കുറ്റാരോപിതയായ പെൺകുട്ടി വീട്ടിൽ നിന്ന് സ്വർണം എടുക്കുന്നത് പരാജയപ്പെട്ടതും കൊലയ്ക്ക് പ്രേരണയായി എന്നാണ് പോലീസ് പറയുന്നത്. സംഭവ ദിവസം രാവിലെ വീട്ടിൽ സ്വർണം സൂക്ഷിച്ചിരുന്ന അലമാര സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തുറക്കാൻ ബന്ധുവായ പെൺകുട്ടി ശ്രമിച്ചിരുന്നു. പുറത്തു പോരുന്ന ചെട്ടിയാർ വീട്ടിലെത്തിയപ്പോൾ ഇത് കണ്ടു. പിന്നാലെ ഇയാൾ കുട്ടിയെ ശാസിക്കുകയും സ്ക്രൂ ഡ്രൈവർ വാങ്ങി നിലത്തെറിയുകയും ചെയ്തു. സംഭവം കുട്ടിയുടെ അമ്മയെയും ബന്ധുക്കളെയും അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. സ്വർണം വിറ്റ ശേഷം ഫോൺ വാങ്ങാനായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം. ഇനിയും വൈകിയാൽ സ്വർണം കൈവിട്ടു പോകുമെന്ന് കുട്ടി കരുതിയിരിക്കാം എന്നാണ് പോലീസ് നിഗമനം. എന്തായാലും കുട്ടി ഇടയ്ക്കിടയ്ക്ക് മൊഴി മാറ്റുന്നതും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വളരെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.